മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ക്ഷമ അത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ഒരിടത്ത് നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ മറ്റൊരിടത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടും. നിരാശ വെടിഞ്ഞ് മുന്നേറുക. ഭഗവാൻ കൂടെയുണ്ടാകും. മക്കൾക്കു വേണ്ടി കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൂടി കരുതി വയ്ക്കണം. അല്ലാതെ മക്കൾക്കു മാത്രമായി കരുതി വയ്ക്കരുത്. നാളെ മക്കളുടെ കരുതൽ കരുതി വെച്ചതിനോട് മാത്രമായാൽ കരുതി വെച്ചവർ തെരുവിൽ അലയേണ്ടി വന്നേക്കാം. ഭക്തരെ, എളുപ്പമാകുന്നതിന് മുമ്പ് എല്ലാം കഠിനമായിരിക്കും. നിങ്ങളിലെ 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്നവരെ മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം, നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം, നിങ്ങളുടെ മൗനത്തിന് പിന്നിലെ കാരണം. ജീവിതത്തിൽ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും. സ്വയം തീരുമാനിച്ചു തുടങ്ങും. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ, ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമാകുന്ന ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഭക്തരെ, ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ ജീവിതത്തിലും സ്നേഹം കൊണ്ടുപോലും സ്വാതന്ത്ര്യം കാണിച്ചു പോകരുത്. നിഷ്കരുണം അവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ താങ്ങാൻ കഴിവില്ലാതെ നിങ്ങൾ വീണുപോകും. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന തിരിച്ചറിവ്. മെഴുകുതിരി പോലെ മറ്റുള്ളവർക്കു വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നിങ്ങൾക്ക് വിലയുണ്ടാകൂ. ഭക്തരെ, ഒഴുക്കിയ കണ്ണുനീരിന് വില തരാത്തവരുടെ മുന്നിൽ കണ്ണു നിറയ്ക്കരുത്. ആ ദുഃഖത്തിനപ്പുറം വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത്. സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ബന്ധങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നിങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത്. ഭക്തരെ, തേൻ പോലെ മധുരിക്കണമെങ്കിൽ തേനീച്ചയെപ്പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം. അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും. ഭക്തരെ, ജീവിക്കാൻ വേണ്ടി എത്ര വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും വേഷം കെട്ടരുത്. ക്ഷമയോടെ ഇരിക്കുക. ഓരോ ദുഃഖത്തിനു ശേഷവും തീർച്ചയായും സന്തോഷത്തിൻ്റെ ഒരു സമയം വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. മികച്ചത് തേടി പലരും യാത്രക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സങ്കടവും സന്തോഷവും നൽകുന്നത്. സ്നേഹിക്കുന്നവർ നോവിക്കാൻ തുടങ്ങിയാൽ അത് വല്ലാത്തൊരു വേദനയായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.